തെരുവ് നായ ശല്യം ഭയങ്കരമായിട്ട് ചില സ്ഥലത്ത് ഉണ്ടാകാറുണ്ട്. പലരും പറയാറുണ്ട് ഇങ്ങനെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉപദ്രവിക്കുക, മാസം പോകുന്ന കുട്ടികളെ കടിക്കുക, വയ്യത്തുക അല്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും പല വീഡിയോകളൊക്കെ. അപ്പോൾ പിന്നെ അതുപോലെ ഈ അടുത്ത കാലത്ത് അബ്ബാസിൽ ഈ ഒരു സംഭവം ഉണ്ട്. ഒരാൾ നായി കടിച്ചു, ഇങ്ങനെ കെട്ടുകൊണ്ട് പോകണം, ഓടിച്ചിട്ട് കടിച്ച് നായി. അപ്പോൾ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ നായയെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? പിന്നെ ഇത് രണ്ട് വികാരമാണ് നായി ക്യാച്ച് ചെയ്യുന്നത്. ഒന്ന് പേടി, ഒന്ന് ഭയം. ഈ രണ്ട് വികാരത്തെ നായി ക്യാച്ച് ചെയ്യും. നമുക്ക് നായയോട് പേടി ഉണ്ടാകാൻ പാടില്ല, നായിനെ കാണുമ്പോൾ നമുക്ക് അതിനോട് ദേഷ്യം ഉണ്ടാകാൻ പാടില്ല. ഈ രണ്ട് വികാരത്തെ നായി ക്യാച്ച് ചെയ്യും. അത് നമ്മളെ കണ്ണിൽ നോക്കിയിട്ട് ക്യാച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താക്കണം? അതിനോട് സ്നേഹത്തോടെ കാരണത്തോടെ പോകണം അതിൻ്റെ അടുത്ത്. ആ മനസ്സിലുണ്ടാണ് നമ്മളെ, നമുക്ക് നിന്നോട് സ്നേഹമാടാ, നിന്നെ കൂട്ടുകാരനാടാ നീ, അല്ല നമുക്ക് സ്നേഹമാടാ നിന്നോട്, നീ എൻ്റെ സുഹൃത്താണ്, നീ എൻ്റെ സ്വന്തം ആളാണെന്നില്ല. ആ രീതിയിൽ അങ്ങനെ വേണം നമ്മൾ പോകാൻ. അടുത്തിപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് ഈ നായിനല്ല, ഇത് കളിക്കുന്ന കളിയാണ് തൊട്ടക്കല്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തൊടാൻ വരും. പക്ഷെ നായിൻ്റെ ചില ആളുകൾ മതപരമായി പറയുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട് പിന്നെ നായി അത് നജീസല്ല അങ്ങനെ ഇങ്ങനെ. പക്ഷെ നായിൻ്റെ പ്രവാചകൻ പറഞ്ഞത് നായ മുഖം കുത്തിയാൽ തന്നെ തിരിക്ക് പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കും. നായയുടെ ഉമ്മുനീര്, അതുപോലെ നായയുടെ വേർപ്പ്, അതുപോലെ അതിൻ്റെ കാഷ്ടം, മൂത്രം, അതൊക്കെ നജീസാണ്, യാതൊരു സംശയമില്ല. പക്ഷെ നേരെ മറിച്ച് നായിനെ നമ്മൾ പുറത്തോ അല്ലെങ്കിൽ തലയിലോ എവിടെയെങ്കിലും തൊടുന്നോ കൊണ്ടോ, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വീട്ടിൽ നമ്മളെ കൃഷി ആവശ്യത്തിന് നമ്മളെ ആട്ടിനെ നോക്കാൻ, ഞങ്ങൾ കോഴിയെല്ലാം ഉണ്ട് വളർത്തുന്ന, അങ്ങനെ നോക്കാൻ നമുക്ക് പിന്നെ ഒരുപാട് സമ്പത്തുള്ള ആൾക്കാർ അതിന് ആ സമ്പത്തിനെ കാവൽ നിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നോക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. മറിച്ചല്ല അലങ്കാരത്തിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ അന്ന് പ്രശ്നമാണ്. നെജിയാ നിർത്തുന്ന ആയാൽ കുതിര പോലത്തത് തൊട്ടവരൊന്നും നോക്കില്ല. ഞാൻ തൊടലില്ല, തൊട്ട പ്രശ്നമില്ല, അങ്ങനെ തല്ലുള്ളൂ. അങ്ങോട്ട് പോ. പിന്നെ അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഈ രണ്ട് വികാരത്തെ നായി ക്യാച്ച് ചെയ്യും. നമ്മളൊന്നും അതിനോട് ദേഷ്യവും പാടില്ല. നമുക്ക് പിന്നെ ദേഷ്യം ഉണ്ടായിക്കൂടാ അതിനോട്, അതുപോലെ നമ്മളെ മനസ്സിൽ പേടി ഉണ്ടായിക്കൂടാ. അത് നമ്മൾ കെട്ടില്ല ആളെങ്കിൽ അത് പ്രത്യേകമായിട്ട് നോക്കണ്ട. കെട്ട് കഴിയുമ്പോൾ കണ്ട പണിയായി. അതാ കെട്ടുണ്ടാകുമ്പോൾ ഈ നായ ഇങ്ങനെ പോകുന്നു. വാ, ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കെട്ടില്ല ആളെ പായാൻ പാടില്ല. ഇത് കെട്ടും മുറിച്ചിട്ട് പായുമ്പോൾ വേക്കുന്ന തന്നെ പായത്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം. ആ സമയത്തൊക്കെ നമ്മളിവിടെ ഇപ്പോൾ ഇഷ്ടംപോലെ നായി ഉണ്ട്. കുതിര പോലത്തെ നായും ഇതുകൊണ്ട് വാലാട്ടുന്ന കഴിഞ്ഞാൽ കുറച്ച് മെരിങ്ങ നായി നേരത്തത്. അത് വാലാട്ട് ഇങ്ങനെ കുറച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ നമ്മൾ ദേഷ്യത്തിൽ ആകുന്നില്ലെന്ന്. അപ്പോൾ നമ്മളെ കണ്ണ് നോക്കിയിട്ട് ക്യാച്ച് ചെയ്യും. നമ്മൾ കണ്ണ് നോക്കി പാവമായിട്ട് നിന്നാൽ മതി. ഒന്നുമില്ല, നിങ്ങൾക്ക് അതിനോട് സ്നേഹം കാരണം കൊണ്ടുവരാൻ മനസ്സിൽ കഴിയുന്നില്ലെങ്കിൽ അതിനോട് ദേഷ്യമില്ലാതെ മനസ്സിൽ പേടിയില്ലാതെ നിൽക്കാൻ സാധിച്ചാൽ മതി. അത് നിൽക്കണം, അങ്ങനെ നമുക്കാവുകയാണ് ഉള്ളിൽ. അപ്പോൾ ഇതൊന്നും പരീക്ഷിക്കരുത്. അവിടെ പരീക്ഷിക്കണം. പുറത്തിങ്ങനെ തെരുവുന്ന അതിൻ്റെ അടുത്ത് പോയി പരീക്ഷിക്കരുത്. ഞാൻ പോകുമ്പോൾ അടുത്ത് പോകരുത്. അത് നിങ്ങൾക്ക് കെട്ടിയിട്ട നായോ, നിങ്ങൾ അടുത്ത വീട്ടിലുള്ള നായോ, കെട്ടിയിട്ട നായോ, കൂട്ടിലുള്ള നായോ, അതിൻ്റെ അടുത്ത് പോയി നിങ്ങൾക്ക് പരീക്ഷിക്കാം. ഒരു പ്രശ്നമില്ല. അപ്പോൾ അതുപോലെ പിന്നെ ഹദീസുകളൊക്കെ നിരവധി നായുമായി ബന്ധപ്പെട്ട സംഭവം കാണാൻ പറ്റും. വെള്ളം കൊടുത്ത സംഭവം ഞാൻ ഒരുപാട് പറഞ്ഞുകൊണ്ട് പറയുന്നില്ല. നേരെ മറിച്ച് നായ മുഖം ഇങ്ങനെ കുത്തിയിരിക്കുന്ന പോലെ നിങ്ങൾ സുജൂദിൽ അങ്ങനെ ഇരിക്കരുതെന്ന് പറഞ്ഞ വചനം. അതുപോലെ പിന്നെ നായ പോലെ നായ നന്ദി, അതിന് ഭക്ഷണം കൊടുത്താലും അത് നാഗ് നീട്ടും, ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ നായ നീട്ടും, അങ്ങനെ നാഗ് പുറത്തേക്ക് ഇടുന്നു പ്രവാചകൻ പറഞ്ഞൊരു വചനം കാണാൻ വേണ്ടി സാധിക്കും. നല്ല തണുപ്പുണ്ടിട്ട് പുറത്ത്. അപ്പോൾ അങ്ങനത്തെ ചില വചനം കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞാലും മനസ്സിലായി. ഇപ്പോൾ നായിൻ്റെ അടുത്ത് നിങ്ങൾ പോകുമ്പോൾ നല്ല സ്നേഹത്തോടെ കാരണത്തോടെ പോവുക. ഒന്നും ആക്കില്ല. അത് കുട്ടികൾ നിങ്ങളത് പരിശീലിക്കുക. അത് പ്രാക്ടീസ് ചെയ്യണം. ഒറ്റയടിക്ക് കിട്ടില്ല. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ അടുത്ത് തെരുവുന്ന അതിൻ്റെ അടുത്തൊക്കെ പോകാൻ കഴിയും. നാളെ അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് പ്രാക്ടീസ് ചെയ്താൽ പിന്നെ തെരുവുന്ന അതിൻ്റെ അടുത്ത് സുഖമായിട്ട് പോവാം. അത് ഇങ്ങനെ കണ്ടിലേക്ക് തന്നെ നോക്കിയാൽ മതി. അതിന് നമ്മൾ ഇങ്ങനെ. പിന്നെ അതുപോലെ ഞാൻ എൻ്റെ പെങ്ങളും കൊണ്ട് ഞാനൊരു സ്ഥലത്ത് പോയി. അവളെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ടാകുമ്പോൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ടാകുമ്പോൾ അവിടെ നായിട്ടിരിക്കണം നോക്കി ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ പെങ്ങൾ പേടിച്ച് ഞാൻ മുമ്പിൽ നിന്നു. അവിടെ ഡിഫെൻഡ് ചെയ്ത് ഞാൻ മുമ്പിൽ ഇങ്ങനെ നിന്നു. ഞാൻ ഇങ്ങനെ എന്നോട് പെങ്ങൾ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ആ നായിനെ പരിചയമുണ്ടോ? നിങ്ങൾക്ക് നായിനെ അറിയോ? അതങ്ങനെ ഇത്ര പെട്ടെന്ന് അടുത്ത്? ഞാൻ പറഞ്ഞു അത് നായി രണ്ട് വികാരമൊക്കെ ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടുത്ത് പോയാൽ ഒന്നും ചെയ്യില്ല. അത് എന്താ ഇതെല്ലാം കൂടെ എത്ര കളിക്കുന്ന കളിയുണ്ട്. ഇപ്പം ഞാൻ അടുത്ത് പോയാൽ അതൊന്നും ചെയ്യില്ല. അത് നമ്മൾ കണ്ണിലേക്ക് നോക്കും. അതുപോലെ എന്തെങ്കിലും ബിസ്ക്കറ്റോ പാലോ മുട്ടായോ അല്ല മുട്ടയോ അങ്ങനത്തെ കഴിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കുക. ശരിയൊക്കെ അതിനകത്ത് കിട്ടും. അതൊക്കെ വാങ്ങിയിട്ട് കൊടുക്കുക. അപ്പം നല്ലോണം കൂടുതൽ അടുപ്പാവും. എനിക്ക് ഭയങ്കര സ്നേഹമാണ് നായിക്ക്. അനുഭവിച്ചാൽ മനസ്സിലാവും.